കാത്തിരിപ്പിനൊടുവിൽ കാസർഗോഡ് മണ്ഡലത്തിലെ LTF സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയ ഷാനവാസ് പാദൂരും റോഡ് ഷോ നടത്തി. നഗരത്തെ ഇളക്കിമറിച്ച റാലിയിൽ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ഇതിനെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് മുൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും യുവ നേതാവുമായ ഷാനവാസ് പാദൂരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LTF കളത്തിലിറക്കിയിരിക്കുന്നത്. നേരത്തെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയായി പ്രധാന പരിഗണനയിലുണ്ടായിരുന്ന ഷാനവാസ് പാദൂരിനെ കാസർഗോട്ടെത്തിച്ച് അട്ടിമറി വിജയം നേടാമോ എന്ന് പരീക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയുമാണ് LDF. ഇതെല്ലാം പ്രകടമാക്കുന്നതായിരുന്നു പ്രസ് ക്ലബിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ശനിയാഴ്ച ഉച്ചയോടെ കാസർഗോഡ് നഗരത്തിൽ നടത്തിയ റോഡ് ഷോ. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രചരണ റാലി CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യം പുലർന്നു കാണണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും രാഷ്ട്രീയ പ്രതിനിധാനമായ ഇടതുപക്ഷത്തിന്റെ വിജയം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന തിരിച്ചറിവാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക്, മതേതര വിശ്വാസികൾക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഉള്ളത്. ഈ കേരളത്തിൽ വിശേഷിച്ചും ഈ വടക്കേ മലബാർ, ഉത്തര കേരളം, കാസർഗോഡ് ജില്ല ന്യൂനപക്ഷ വർഗീയതയുടെ അപകടകരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിലെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വർഗീയതയുമായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി പോർനിരയിൽ ഉണ്ടായിരുന്നത് ഈ നാട്ടിലെ ഇടതുപക്ഷ മതേതര പുരോഗമന പ്രസ്ഥാനമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ചടങ്ങിൽ ബിജു ഉണ്ണിത്താൻ അധ്യക്ഷനായി. INL നേതാക്കളായ അസീസ് കടപ്പുറം, സുബൈർ പടപ്പ് എന്നിവർ സംസാരിച്ചു. കരീം സ്വാഗതം പറഞ്ഞു. നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോ പഴയ ബസ് സ്റ്റാൻഡ് വഴി പ്രയാണം നടത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ അവസാനിപ്പിച്ചു. പതിവിന് വിപരീതമായി ഇറക്കുമതി സ്ഥാനാർത്ഥിക്ക് പകരം സ്വന്തം തട്ടകത്തിലെ യുവ പോരാളിയെ പടക്കളത്തിലിറക്കി കാസർഗോഡിന്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം കുറിക്കാനുള്ള പ്രയത്നത്തിലാണ് ഇടതുപാളയം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.